ഭരണവിരുദ്ധ തരംഗം അങ്ങനെ ആഞ്ഞടിച്ച് കത്തിപ്പടരുമ്പോൾ മലപ്പുറത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ആനമൊട്ടയാണ്. ആനമൊട്ട 16-ൽ 16 ലീഡ് ചെയ്തുകൊണ്ട് UDF അങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊന്നാനിയും തവനൂരും താനൂരും തിരൂരും ഒക്കെ എല്ലാം എന്തിനധികം പറയുന്നു, വേങ്ങരയടക്കം ഷാജിയെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും എന്ന് പറഞ്ഞ ആളുകൾ താനൂരിൽ നിന്ന് ഭയന്ന് വിറച്ച് മുട്ടിടിച്ച് തോൽവി ഭയന്ന് പരാജയം ഭയന്ന് താനൂരിൽ നിന്ന് ഓടി ഒളിച്ച് തിരൂരിലേക്ക് പോയ ആന്ത്രുമാന് തിരൂരിലും അത് തന്നെയാണ് അവസ്ഥ. മലപ്പുറത്ത് 16-ൽ 16 അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ഒരു മിന്നായം പോലെ മുന്നിൽ കയറിയതല്ല. 1-ാം റൗണ്ടിലും 2-ാം റൗണ്ടിലും 3-ാം റൗണ്ടിലും ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ, നമുക്ക് മലപ്പുറത്തേക്ക് തിരിച്ചു വരാം. മലപ്പുറത്ത് ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 16-ൽ 16 മലപ്പുറം, വേങ്ങര, കൊണ്ടോട്ടി, തിരൂരങ്ങാടി, താനൂര്, തിരൂര്, തവനൂര്, പൊന്നാനി, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂര്, മഞ്ചേരി, വള്ളിക്കുന്ന് എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും വലിയ മുന്നേറ്റം മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു, UDF നടത്തിക്കൊണ്ടിരിക്കുന്നു. എരപ്പൻ ജലീലിൻ്റെ തവനൂരിൽ ജലീൽ ഓൾമോസ്റ്റ് 3000 വോട്ടുകൾക്ക് നിലവിൽ പിന്നിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. 3000 വോട്ടുകൾക്ക് ജലീൽ പിന്നിലാണ്. റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഫിഗറുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു പാരമ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് ആനമൊട്ടയാണ് സഖാക്കളെ, ആനമൊട്ട. ഇനി മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അങ്ങോട്ട് കുരുങ്ങനെ പൊട്ടട്ടെ കുരു അങ്ങനെ പൊട്ടി ഒലിക്കട്ടെ. മലപ്പുറത്ത് ആനമൊട്ട സഖാക്കൾക്ക്. അന്തംഗമി അടിമകളോട് അന്നേ പറഞ്ഞതാണ്, നിങ്ങൾ മലപ്പുറത്ത് കാണിച്ചത് രാഷ്ട്രീയമില്ലായ്മയായിരുന്നു, അരാഷ്ട്രീയമായിരുന്നു നിങ്ങൾ മലപ്പുറത്ത് കാണിച്ചത്. മലപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ട് പോലും ആ പത്രിക നിങ്ങൾ പിൻവലിച്ചു മങ്കടയിൽ, അല്ലേ? നിങ്ങൾക്ക് മലപ്പുറത്ത് നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടായില്ല. എല്ലാ സ്വതന്ത്രരായിരുന്നു, എല്ലാ വിമതന്മാരായിരുന്നു, എല്ലാം പണച്ചാക്കുകളെ തേടി അലയുകയായിരുന്നു നിങ്ങൾ. എന്നിട്ട് ഇപ്പം എന്തായി? ഇപ്പോൾ ഒന്നും ആയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് ചാരിറ്റി പ്രവർത്തനമല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടും രാഷ്ട്രീയമാണ്. 1-ാം സ്ഥാനത്ത് രാഷ്ട്രീയം മാത്രമാണ്. അതാണ് നിങ്ങൾ മറന്നത്. വേങ്ങരയിലെ സബാഹിനെ ഇറക്കി 2021-ലെ SDPI സ്ഥാനാർത്ഥി, ആ SDPI സ്ഥാനാർത്ഥിയെ തൂക്കിക്കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് നിർത്തിയിട്ട് LDF പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണെന്നും പറഞ്ഞ് മത്സരിപ്പിച്ചിട്ട് ഷാജിയെ അങ്ങ് മൂക്കിൽ വലിക്കാമെന്ന് കരുതി. ഇത് രാഷ്ട്രീയം, തികച്ചും രാഷ്ട്രീയം മാത്രമാണ്. സ്ക്വയർ ഉണ്ടാക്കിയവനും ബിൽഡിംഗ് ഉണ്ടാക്കിയവനും ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ടൂർണമെന്റ് സംഘടിപ്പിച്ചവനും അല്ല നിയമസഭയിലേക്ക് കടന്നു പോകേണ്ടത്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായാൽ അത് ആര് വെച്ചു എന്നല്ല നോക്കുന്നത്, അവിടെ കളി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഗാനമേള വെച്ചാൽ അവിടെ ഗാനമേള ആരാ പാടാൻ വരുന്നത് എന്നാണ് നോക്കുന്നത്, ആര് സംഘടിപ്പിച്ചു എന്നല്ല നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാനമേള നടത്തിയിട്ട് കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് പുറകിൽ കയ്യും കെട്ടി നോക്കി നിന്നപ്പോൾ സ്വപ്നം കണ്ടത് സബാഹാണ്. സബാഹ് കരുതിയില്ല, ഇതൊക്കെ എനിക്ക് വോട്ടായി മാറുന്ന ആളുകളാണ്, ഞാൻ നിയമസഭയിലേക്ക് പോകും, അതുകൊണ്ട് നിയമസഭയിൽ എനിക്ക് 100% ഹാജരൊന്നും ഉണ്ടാവില്ല, 100% ഹാജറിന് വേണ്ടി ഞാൻ കോളേജിലല്ല പോകുന്നത്, ഞാൻ നിയമസഭയിലേക്കാണ് പോകുന്നതെന്നാണ് സബാഹ് പറഞ്ഞത്. സബാഹെ തൽക്കാലം കോളേജിലും പോകണ്ട, നിയമസഭയിലേക്കും പോകണ്ട, വേങ്ങരയിൽ ഇരുന്നാൽ മതി. സബാഹ് സ്ക്വയറിൽ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്ന് ടൂർണമെൻ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ലീഗുകാരെല്ലാം വരും കാണാൻ, ലീഗുകാരും വരും, എല്ലാവരും വരും. ലീഗുകാർ ഉറപ്പായിട്ടും വരും, മനസ്സിലായില്ലേ? മലപ്പുറത്ത് 16-ൽ 16 ഞാൻ ഇന്നലെയും പറഞ്ഞു, 16-ൽ 16 തൂക്കാൻ പോവുകയാണ് മലപ്പുറത്ത്. അപ്പോൾ കുറേ ആൾക്കാർ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തവനൂര് ഞങ്ങൾ തൂക്കും, പൊന്നാനി ഞങ്ങൾ തൂക്കും, തിരൂര് ഞങ്ങൾ തൂക്കും, വേങ്ങര ഞങ്ങൾ തൂക്കും. എന്ത് തൂക്കുക? ഇത് തുലാസിൽ വെച്ച് തൂക്കണ ഏർപ്പാടല്ലടോ, പഴയ പോലെ കട്ടി വെച്ച് തൂക്കണ ഏർപ്പാടല്ല. ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്.
മനസ്സിലായില്ലേ? ഒരു സബാഹുമില്ല, ഒരു ജലീലുമില്ല, ഒരു എരപ്പനുമില്ല, ഒരു ആടുമില്ല, ഒരുത്തനുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. മലപ്പുറത്ത് ആനമൊട്ട വട്ട പൂജ്യം. സഖാക്കളെ, നിങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മലപ്പുറത്ത് ഇങ്ങനെ ഒരു ഗതി വന്നത്. നിങ്ങൾ പണച്ചാക്കുകൾ എവിടെയാണ് ഉള്ളത്? അവരെ നോക്കി പോവുക. ഇപ്പുറത്ത് നിന്ന് ആരെങ്കിലും അപ്പുറത്തേക്ക് ചാടാനുണ്ടോ എന്ന് നോക്കി നടക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഈ മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള ഏർപ്പാട് നടക്കൂല മക്കളെ, നടക്കൂല. കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയാണ്, ഇത് നിങ്ങളുടെ അടിത്തറ മാന്തുന്നതാണ് സഖാക്കളെ. നിങ്ങൾ മറന്നുപോയത് രാഷ്ട്രീയമാണ്, നിങ്ങൾ മറന്നുപോയത് കമ്മ്യൂണിസമാണ്, നിങ്ങൾ മറന്നുപോയത് പ്രത്യയശാസ്ത്രങ്ങളെയാണ്, നിങ്ങൾ മറന്നുപോയത് ആദർശങ്ങളെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ തലതൊട്ടപ്പൻ RSSന്റെ ഏജന്റായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെയാണോ നിങ്ങൾ കരുതിയത്? അതല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ഇത് രാഷ്ട്രീയം പറയാനുള്ള വേദി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മലപ്പുറത്ത് നിങ്ങൾ മത്സരിപ്പിച്ച ആളുകളൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ അല്ലെങ്കിൽ മറ്റേ അരിവാൾ നെൽക്കതിരിലോ ഒക്കെയാണോ മത്സരിച്ചത്? ഒല്ലുമല്ലോ. നിങ്ങൾ മത്സരിപ്പിച്ച ആളുകൾ കത്രിക, കാഹളം മുഴക്കുന്ന മനുഷ്യൻ, പൂട്ട്, താക്കോല്, ആന, ചേന, മാങ്ങാത്തൊലി, ഗ്യാസ് കുറ്റി. എവിടെ പോയി നിങ്ങളുടെ രാഷ്ട്രീയം? തെരഞ്ഞെടുപ്പ് ഇത് രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് തീർത്തും രാഷ്ട്രീയമാണ്. കക്ഷി രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് മറന്ന് നിങ്ങൾ മലപ്പുറത്ത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? ലീഗിനെ നേരിടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി അടിത്തറ പോലുമില്ല. ലീഗിനെ നേരിടാനുള്ള അടിത്തറ പോലും നിങ്ങൾക്കില്ല മലപ്പുറത്ത് എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ ഈ സ്വതന്ത്രന്മാരെ ചാക്കിലിടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ കണക്കുകൂട്ടലുകൾ നടത്തിയതാണല്ലോ. പൊന്നാനിയിൽ നിങ്ങൾ പിന്നിലാണ്, തവനൂരിൽ നിങ്ങൾ പിന്നിലാണ്, തിരൂരിൽ നിങ്ങൾ പിന്നിലാണ്, വേങ്ങരയിൽ ബഹുഭൂരിപക്ഷം വലിയ പിന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. മലപ്പുറത്തിൻ്റെ മണ്ണ് അത് മതേതരത്വത്തിൻ്റെ മണ്ണാണ്. മലപ്പുറത്തിൻ്റെ മണ്ണ് ഹരിത പതാകയുടെ മണ്ണാണ്. മലപ്പുറത്തിൻ്റെ മണ്ണ് അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്. അത് സ്വതന്ത്രന്മാരുടെ മണ്ണല്ല. മനസ്സിലായില്ലേ? ഇതിനേക്കാളൊക്കെ ഉപരി മലപ്പുറത്തെ ജനതയെ ചാപ്പ കുത്താൻ ഇറങ്ങി പുറപ്പെട്ടവരെ കാറിൽ കയറ്റി കൊണ്ടു നടക്കുമ്പോൾ സഖാക്കളെ ചിന്തിക്കണമായിരുന്നു. അതും പോരാഞ്ഞിട്ട് ആ കൊണ്ട് നടക്കുന്നവരെ ന്യായീകരിച്ചിട്ട് ഈ മലപ്പുറത്തിൻ്റെ മക്കളെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എരപ്പൻ ജലീലിനെ പോലെയുള്ളവര് മനസ്സിലാക്കണമായിരുന്നു, ഒരു ഘട്ടം വരുന്നുണ്ട്, ജനം കാത്തിരിക്കുന്നുണ്ട്, ജനം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ജലീലിനെ പോലെയുള്ള എരപ്പന്മാർ മനസ്സിലാക്കേണ്ടതാ. പിന്നിലാണ്, എല്ലായിടത്തും പിന്നിലാണ്. 16 UDF അങ്ങോട്ട് തൂക്കുക. VS ജോയി എനിക്ക് തോന്നുന്നു 14,000 വോട്ടുകൾക്ക് മുന്നിലാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പിണറായി വിജയൻ 2077 വോട്ടുകൾക്ക് ധർമ്മടത്ത് പിന്നിലാണ്. ഇനി പിണറായി വിജയൻ അവിടെ അവസാന ഘട്ടത്തിൽ വിജയിച്ച് കയറി എന്ന് കൂട്ടുക. എന്നാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു യുവ പോരാളിക്ക് മുന്നിൽ 1-ാം റൗണ്ട്, 2-ാം റൗണ്ട്, 3-ാം റൗണ്ട് ഒന്നിങ്ങനെ മിന്നി മറിയുന്നത് പോലെയല്ല, ഒരു മിന്നാട്ടം പോലെയല്ല, ഒരു മിന്നായം പോലെയല്ല, മറിച്ച് വ്യക്തമായിട്ട് 1-ാം റൗണ്ടിലും 2-ാം റൗണ്ടിലും 3-ാം റൗണ്ടിലും അബ്ദുൾ റഷീദ് ലീഡ് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ വിജയ ഇനി ആ വീട്ടിലിരിക്കുന്നതാ. വിജയിച്ച് കയറിയാലും രാജിവെച്ചിട്ട് ആ വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ധർമ്മടത്തിൻ്റെ മണ്ണും കണ്ണൂരിൻ്റെ മണ്ണും അവിടുത്തെ വോട്ടും അവിടുത്തെ വോട്ടെടുപ്പും അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതിയും ഒക്കെ മറ്റൊന്നാണ്. കേരളം അറിയാത്തതും കാണാത്തതുമായ ഒരു രീതിയാണ് അവിടെ. ആ ധർമ്മടത്തിൻ്റെ മണ്ണിൽ 2077 വോട്ടുകൾക്ക് ഇപ്പോഴും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ പിന്നിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ജനം തീരുമാനിച്ചുറപ്പിച്ചതാണ്, കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിച്ചുറപ്പിച്ചതാണ് അല്ലേ?
വളരെ കൃത്യമായിട്ട് ജനം അത് തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും രണ്ടിടത്തും ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ മാർജിനിൽ ഇപ്പം മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഒരു ചിനിയ തിരിച്ചടികൾ ഉണ്ടായാലും അടുത്ത റൗണ്ടുകളിൽ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ മണ്ണ് അത് മതേതരത്തിൻ്റെ ആ ജനതയെ ആത്മാർത്ഥതയുള്ള, നട്ടലുള്ള, സ്നേഹമുള്ള, സാഹോദര്യമുള്ള, ചേർത്ത് പിടിക്കലുള്ള മതേതരത്വത്തിൻ്റെ കാവലാളുകളായിട്ടുള്ള മലപ്പുറത്തിൻ്റെ മക്കളെ തീവ്രവാദികളായും രാജ്യദ്രോഹികളായും വർഗീയവാദികളായിട്ടും ചാപ്പ കുത്തി ഇറങ്ങി തിരിക്കുമ്പോ വിജയ ആലോചിക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒന്ന് വരാനുണ്ട്. ആ വിജയനെയും വെള്ളാപ്പള്ളി നടേശനെയും ന്യായീകരിക്കുമ്പോ ആട് ജലീലിനെ പോലെയുള്ള എരപ്പന്മാര് ഓർക്കണമായിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ ജനം ഇതിനൊക്കെ മറുപടി പറയുമെന്നുള്ളത് ഓർക്കണമായിരുന്നു. 16-ൽ 16 വളരെ ആത്മാഭിമാനം തോന്നുന്ന നിമിഷം. ഒരു ജനതയെ നോക്കിയിട്ട് നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് വിളിച്ചു പറഞ്ഞവന്മാരെ തലയിൽ കൊണ്ടുവന്ന് നടത്തിയിട്ട് അവരെ ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു എരപ്പൻ ജലീലിനെ പോലെയുള്ള ക്ഷുദ്രജീവികൾ. അവർക്കൊക്കെയുള്ള മറുപടിയാണ് മലപ്പുറത്തിൻ്റെ മതേതരത്വ മണ്ണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ കൃത്യമായിട്ട് ചാപ്പകുത്തലുകൾക്ക് അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ ഒരു ജനതയെ ഒന്നടങ്കം അധിക്ഷേപിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്.